ആ എന്താ ഏട്ടത്തി, ഹോസ്പിറ്റലിൽ പോയോ രണ്ടുപേരും? അല്ല, അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിന്നല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ഞങ്ങള് പോയില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നല്ലോ, അത് മതി. ആ മുത്തശ്ശി, അതെ, ഇടയ്ക്ക് വെച്ച് രാധികയുടെ അച്ഛനൊന്ന് വിളിച്ചിരുന്നു. കണിമംഗലത്ത് നിന്ന് എല്ലാവരും കൂട്ടി വിരുന്നുണ്ടാൻ ചെല്ലാൻ പറയുന്ന കാര്യത്തിനാണ് വിളിച്ചത്. അവിടെ മുത്തശ്ശിക്ക് സുഖമില്ലാതിരിക്കല്ലേ, അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് വരാൻ നടക്കില്ല, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി. അവിടുന്ന് വിരുന്നുകൊണ്ട് വരുന്ന വഴിയാ. ഓ, വിരുന്നിന് ഞങ്ങളെ കൊണ്ടുകൊണ്ടാന്ന് ചിലപ്പോ നിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാവും. എന്തിനാ മോളെ അങ്ങനെ പറയുന്നേ? അവിടെ മുത്തശ്ശി സുഖമില്ലാതിരിക്കല്ലേ, അവര് ചെയ്ത തന്നെയാ ശരി. ഒരാൾക്ക് സുഖമില്ലെങ്കിലും വിരുന്ന് തന്നെയല്ലേ. ചെറുക്കനും പെണ്ണും കൂടി ആദ്യമായിട്ട് വിരുന്നിന് ചെല്ലുമ്പോ അച്ഛനമ്മമാരെ കൈ നിറയെ സമ്മാനങ്ങൾ കൊടുക്കുന്നൊരു ശീലമുണ്ട്. വരുൺ എന്താ അമ്മായിച്ച തന്നത്? കാശാണോ അതോ കാറാണോ? ആറ്റുവാശ്ശേരിക്കാരുടെ സ്ഥിതി അനുസരിച്ച് ഒട്ടും മോശമാവാൻ സാധ്യതയില്ല. ആ, നേരെ ചൊവ്വേ അവർക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയാണെങ്കിൽ മരിച്ചും പോയി. ഇനിയിപ്പം മോളേന്ന് വിളിക്കാൻ അവർക്ക് ഇവളല്ലേ ഉള്ളൂ. കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടിക്കാണും, അല്ല വരുണേ? ആ, കാര്യമായിട്ട് തന്നിട്ടുണ്ട് ഏട്ടത്തി. അതെ, ആറ്റുവാശ്ശേരി ദേവനാരായണൻ തിരുമേനിക്ക് തരാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അദ്ദേഹം എനിക്ക് തന്നിരിക്കുന്നത്, രാധികയെ. അതിൽ കൂടുതൽ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കിട്ടില്ല എന്നറിയുമ്പോ പിന്നെ ത്യാഗിയാവുന്നതാ നല്ലത്, അല്ലേ വരുണേ?